അതേപോലെ ബ്ലഡ് റെമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പീരിയോഡിക്കലി ആയിട്ട് ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ ആ ചൊവ്വാടൊക്കെ ഒരു ഇത് പ്രശ്നമല്ലെന്നൊരു ബർത്തിയായിട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില വരുമ്പോഴത്തേന് ഒരു സൂചി ആയാലും കുത്തിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് വെള്ളം മീൻസ് ബ്ലഡ് ഭൂമിക്ക് ദാനം ചെയ്യാമെന്നൊക്കെ. ജനിക്കുന്ന സമയത്തുള്ള ഏത് നക്ഷത്രത്തിൻ്റെ ഇതിലാണ് ജനിക്കുന്നത് ആ സമയം അല്ലേ, ഗ്രഹനില നോക്കിയിട്ട് അതുതൊട്ട് അവർ ഓരോ പ്രായത്തിൽ ഇന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നു അല്ലേ, അവസാനം വരെയുള്ള കാര്യങ്ങൾ. അവസാനം വരെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്ന് ഡീപ്പായിട്ട് പോകണം, ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ ഭാവി അല്ലെ ഫ്യൂച്ചർ എന്താ അറിയേണ്ടതെന്നുള്ള ആ ഒരു സംഭവം ചോദ്യത്തിനനുസരിച്ച് അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും. ബൃഹനാഡി ജോത്സ്യം നമ്മളിപ്പം ചാർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പം സൗത്ത് ഇന്ത്യൻ ചാർട്ടും നോർത്ത് ഇന്ത്യൻ ചാർട്ടും ഒക്കെ കാണിച്ചു. അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് അവർക്ക് ആവശ്യപ്പെടുന്ന നമ്മുടെ ക്ലയൻസ് ആവശ്യപ്പെടുന്ന അനുസരിച്ച് അവർക്ക് 2 രീതിയിലും വേണമെങ്കിലും നോക്കാം. അപ്പം ഇതിന് ഒരുപാട് സംശയങ്ങൾ, ഇപ്പോൾ സാറിനെ വിളിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആദ്യം ചോദിക്കുന്നത് എന്തൊക്കെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഫീസ് എത്രയാണ്, ഇതെങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുമോ, എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പം ശരിക്കും അവർ ചോദിക്കുന്നത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അല്ലേ, നമ്മൾ ഭൂതകാലം ഇപ്പോഴത്തെ ഒരു കാലം അല്ലെങ്കിൽ ഭാവി കാലം ഇതെല്ലാം അവർ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ ഗ്രഹനില വഴി അറിയാൻ സാധിക്കുമോ? എല്ലാം അറിയാൻ പറ്റും. പക്ഷേ എന്നിട്ട് നമ്മൾ ബേസിക്കായിട്ട് കാരണം ഇത് ഒരാളുടെ ഒരുപാട് കാര്യം അറിയണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചാർട്ടിനെ അനലൈസ് ചെയ്ത് കാരണം പ്ലാനറ്ററി പൊസിഷൻ എപ്പോഴും മാറുന്നതനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് ഫ്യൂച്ചറിനെ പറ്റി ആയിരിക്കും കൂടുതൽ അറിയാനൊരു താല്പര്യം. കാരണം അപ്പോൾ നമ്മൾ പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് നമ്മൾ അതും പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് ഫസ്റ്റ് ടൈമിൽ എപ്പോഴാണ് ജോബ് കിട്ടിയത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. കാരണം അവിടെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് അലൈൻമെൻറ്റ് നോക്കിയിട്ട് നമുക്ക് ഇന്ന സമയത്ത് അവർക്ക് ജോബ് കിട്ടും, ഇന്ന ഒരു പീരീഡിൽ, അതായത് 2 മാസം വരെ 3 മാസത്തിനിടയ്ക്ക് ബിറ്റ്വീന് ജോബ് കിട്ടുമെന്ന് കറക്റ്റ് പറയാൻ പറ്റും. അല്ല നേരത്തെ ആണ് ഇന്ന ഒരു സമയത്ത് ഓപ്പറേഷൻ നടക്കും, അല്ല പല്ലിന് മുറിവ് പറ്റും, ആക്സിഡൻറ്റ് പറ്റാനുള്ള പ്രോബിലിറ്റി, അപ്പോൾ അങ്ങനെയുള്ള എല്ലാം പറയാൻ പറ്റും. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ച് ഏറ്റവും ചില കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ കല്യാണം കഴിക്കുന്നതോ പാസ്റ്റോ പ്രസൻറ്റോ ഫ്യൂച്ചറോ. പിന്നെ ചില ആൾക്കാരും ഇത് മെയിനെന്ന് പറഞ്ഞാൽ പറയാനാണ് ഒരാളുടെ ഒരു ചാർട്ട് അനലൈസ് ചെയ്യണം 1 ദിവസം എടുക്കും, അങ്ങനെ ഉണ്ടല്ലേ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി നോക്കുമ്പം ഒരു 18 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 20 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ നോക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ, അവന് അതേപ്പറ്റി ആയിരിക്കും അറിയാനുള്ളത്. 30 അല്ലെങ്കിൽ 28 വയസ്സുള്ള ഒരാൾക്ക് നോക്കുമ്പോൾ എനിക്ക് എപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റും, അതല്ലെന്നേരി എനിക്ക് എപ്പോഴ് കുട്ടികളുണ്ടാകാൻ പറ്റും, അല്ല അത് കഴിയുമ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞാകുമ്പോഴത്തേന് അവരുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട മിഡ് ലൈഫ് ക്രൈസിസ് എന്നുള്ള ഒരു ഇഷ്യൂ വരും. അപ്പം ഇങ്ങനെ ഓരോ ടൈമിംഗ് ആയിട്ടുള്ള ഓരോ ആൾക്കാരുടെ ചോദ്യങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും. അല്ല ചില ആൾക്കാർക്ക് ഗൾഫിൽ പോകാൻ പറ്റുമോ, ഫോറിൻ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ നാഷണാലിറ്റി കിട്ടിയിട്ട് പെർമനൻറ്റ് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ ജോബ് ചേഞ്ച് ചെയ്യാൻ പറ്റും, പ്രൊമോഷൻ കിട്ടും, ജോബ് സാലറിയുടെ ഇഷ്യൂ, എനിക്കല്ലേ വസ്തു വാങ്ങിക്കാൻ പറ്റുമോ, വീട് വെക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള പ്രാക്ടിക്കലി ക്വസ്റ്റ്യനാണ് നമ്മളോട് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു 90% ക്വസ്റ്റ്യൻ ഈ ഒരു സംഭവമാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഒരാളെ പറ്റി മനസ്സിലാക്കാൻ ഇപ്പം വീട്ടിൽ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞു മറ്റുള്ളവരെ മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ പലപ്പോഴും അല്ലെങ്കിൽ കല്യാണം നോക്കാൻ, അല്ലെങ്കിൽ ജോലി എപ്പോഴും ഇത് അല്ലാതെ ഇപ്പം നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പലരും ഉപയോഗിക്കാറില്ലേ. അതായത് പലർക്കും നമ്മളെന്താണ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ജോലി തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ മുൻജന്മത്തിൽ വല്ല ദോഷങ്ങൾ ചെയ്തിട്ടാണോ ഇപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. അവരെ തന്നെ അറിയാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്ന ഒരു 42 വയസ്സ് ഉള്ള ഒരാൾ വിളിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന, അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ച് നോക്കിയപ്പോൾ പുള്ളിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല. ചോദിച്ചപ്പോൾ പുള്ളിയുടെ ബ്രദറിന് കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല, സിസ്റ്ററിനും കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അവരുടെ ഡീപ്പായിട്ട് പോയപ്പോൾ അവരുടെ കുലദൈവമായിട്ടുള്ള ബന്ധപ്പെട്ട ഭൂമി തട്ടിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം അവരുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന കർമ്മം ചെയ്യണം. അപ്പോൾ അവർക്ക് വീട്ടിൽ പുള്ളിക്ക് പറയാനുള്ള ഒരു മടി, ഇപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ തന്നെ കൊല്ലത്തൊരു ഫാമിലി, ഒരു ലേഡിയാണ്, മുസ്ലിം ലേഡിയാണ്, പുള്ളിക്കാർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇന്നത് സംഭവമൊക്കെ ആർക്ക് മോന് അബോർഷൻ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഒരു കുട്ടി മരണപ്പെട്ട, അല്ലാതെ അബോർഷനല്ല ഇയാൾ മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ ഹസ്ബൻഡിൻ്റെ ആക്സിഡൻറ്റ് നോക്കിയപ്പോഴത്തേനും ഇവരുടെ ഫാമിലിയിൽ നിറയെ ആൾക്കാർക്ക് ക്യാൻസർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഏറ്റവും വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ള ഡീപ്പായിട്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇരുന്ന ഒരു കാര്യം നോക്കി വരുമ്പോഴത്തേനെ ഇപ്പോൾ പ്രത്യേകിച്ച് രാഹുവിനെ കേതുവിനെയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് കറക്റ്റ് ഇങ്ങനെയുള്ള ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് കണ്ടുപിടിക്കാം. പിന്നെ ഇതിനെല്ലാം നമുക്ക് റെമഡിയും ഉണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഞാൻ ബുക്ക് തന്നെ കാണിച്ചതിൻ്റെ കാരണം
ഓരോ പൊസിഷനിനെ മാറി മാറി വരുന്നതിനനുസരിച്ച് ആ ഗ്രഹങ്ങൾ മാറി വരുന്ന കണക്ടിവിറ്റി നോക്കിയിട്ട് അസുഖങ്ങളായാലും മെഡിക്കൽ അസ്ട്രോളജിയായാലും കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ആ ഗ്രഹങ്ങളെ നമ്മൾ പോസിറ്റീവ് ആക്കണം. അപ്പോൾ പോസിറ്റീവ് ആക്കുക, സപ്പോസ് ക്യാൻസർ വരാൻ്റെ പ്രോബബിലിറ്റി ഉണ്ടെന്നുള്ളൊരു സംഭവം നമ്മളവിടെ നിന്ന് ഒളിച്ചോടുകയല്ല. നമുക്കതിന് ബ്ലഡ് ദാനം ചെയ്യാം, ക്യാൻസർ രോഗികളെ സഹായിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള അസുഖങ്ങൾ, അതേപോലെ ചിലയിടത്ത് ഹോസ്പിറ്റലിൽ വൺസിനെ പോയിട്ടൊന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വരും, വെറുതെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് വരിക. അത് പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഹെൽത്ത് അനുവദിക്കുന്നില്ല എന്നൊരു കുട്ടികളെ കൊണ്ട് ബ്ലഡ് ദാനം ചെയ്യിക്കാം. അപ്പം അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം ഇപ്പോൾ ഓരോ ഗ്രഹങ്ങൾ, ഇപ്പോൾ ഇത് ശനിയെ പോസിറ്റീവ് ആക്കാനുണ്ട്, സൂര്യനെ പോസിറ്റീവ് ആക്കാനുണ്ട്, അല്ലെങ്കിൽ ചന്ദ്രനെ പോസിറ്റീവ് ആക്കാനുണ്ട്. ചന്ദ്രനെ പോസിറ്റീവ് ആക്കണം ഒന്നും വേണ്ട, വെറുതെ വെറും വെള്ളം കൊടുത്താൽ മതി. പച്ചവെള്ളം ദാനം ചെയ്ത് കഴിഞ്ഞാൽ ചന്ദ്രനെ പോസിറ്റീവ് ആക്കാം. അങ്ങനെ ഓരോ ഗ്രഹങ്ങളെ നമ്മൾ പോസിറ്റീവ് ആക്കാനും എടുക്കാനും ഉള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ആ കർമ്മങ്ങൾ നമ്മുടെ ഈ ഓരോ ആൾക്കാരുടെ ബർത്ത്ഡേയായിട്ട് നമ്മൾ നോക്കിയിട്ട് അവരുടെ ഗ്രഹങ്ങൾ പ്ലാനറ്റ് ഏതൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്നത് അത് നോക്കിയിട്ടാണ് നമുക്ക് നാച്ചുറൽ റെമഡിയാണ്. എല്ലാ ദാനധർമ്മങ്ങളാണ് ഈ ഭൂമിയിൽ ഉള്ള. സപ്പോസ് ഇപ്പോൾ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ വെറും പാലിനകത്ത് നമ്മുടെ ഇത് ഉണ്ട്, നമ്മുടെ കുങ്കുമം ഇട്ട് കുടിച്ചാൽ മതി. പാലെന്ന് പറഞ്ഞാൽ ശുക്രനാണ്. ഒരേ സമയത്ത് ശുക്രനെ ഈ പറഞ്ഞ മാതിരി ഇത് രണ്ടും കൂടെ പോസിറ്റീവ് ആക്കാം. വ്യാഴം എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത്, പൈസ, അങ്ങനെയൊക്കെയാണ്. അതേമാതിരി ചെറിയൊരു പിഞ്ച് ഓഫ് മഞ്ഞൾ ഇട്ട് വെള്ളത്തിലിട്ടിട്ട് കുളിക്കുന്നത്. അതുപോലെ മഞ്ഞ വസ്ത്രങ്ങൾ പാവപ്പെട്ട ആൾക്കാർക്ക്, മീൻസ് അന്തർക്ക്, മുടന്തരെ അല്ലെങ്കിൽ ഡിസേർവായിട്ടുള്ള ആൾക്കാർക്ക് മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുന്നത്. അതുപോലെ സ്കൂളിലെ കുട്ടികൾക്ക് ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക, കുട്ടികളെ സഹായിക്കുന്നത്, കുട്ടിയെ ട്യൂഷൻ പഠിപ്പിക്കുക. അടുത്ത ചില ആൾക്കാർക്ക് ഫാമിലിയിൽ അബോർഷനൊക്കെ ഉള്ള വരുമ്പോൾ നല്ല കുട്ടികളുണ്ടാകാതിരിക്കുക, കുട്ടികളുണ്ടാകാൻ ലേറ്റാവുക. അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ഗുരു എന്ന് പറയുന്ന ഗുരുവിനെ പോസിറ്റീവായി കഴിയുമ്പോൾ അപ്പോൾ കുട്ടികളുണ്ടാകുന്ന നല്ല കുട്ടികളുടെ ദോഷങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടാകാതിരിക്കാനാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് കർമ്മങ്ങളുണ്ട്, നാച്ചുറൽ കർമ്മം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതെല്ലാം പ്ലാനറ്റാണ്. ഇവിടെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ അങ്ങനെ ഇത് ഇല്ല. ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയ, ഇതൊക്കെ പ്രകൃതിയിലുള്ള ഒരു എനർജിയാണ്. ആ ഗ്രഹങ്ങൾ ആരുടെയും കുത്തകയല്ല. ഇതൊക്കെ ഒരു പ്രകൃതിയിലുള്ള, നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ അറിയാതെ ആരൊക്കെ സഹായിച്ചിട്ട് നമ്മളിവിടെ വരെ എത്തി എന്ന് പറഞ്ഞ പോലെ നമ്മൾ പലരെ എത്തിച്ച് അവർ ഡ്യൂട്ടി ടു റീപേ ഫോർ ദ സൊസൈറ്റി. നമ്മുടെ കടമ അത്. ഓട്ടോമാറ്റിക്കലി ഇപ്പം തന്നെ മുസ്ലിം സമുദായത്തിലൊക്കെ കൊണ്ട് സക്കാത്തൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവരുടെ ഒരു കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളും ദാനധർമ്മങ്ങൾ ചെയ്യണം. ഇവം കാക്കയെപ്പോലും ഫുഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് കേതുവിനെ പോസിറ്റീവ് ആക്കാൻ, അതല്ലെന്ന് വരില്ലേ ശനിയെ പോസിറ്റീവ് ആക്കാൻ, എള്ളുണ്ട ദാനം ചെയ്യാം, പ്രാവിന് ഭക്ഷണം കൊടുക്കുന്നത് രാഹുവിനെ വേണം പോസിറ്റീവ് ആക്കാൻ, മീന് ഭക്ഷണം കൊടുക്കുന്നത് രാഹുവിനെ പോസിറ്റീവ് ആക്കുക. പിന്നെ അത് തന്നെയല്ല ഗോതമ്പ് ദാനം ചെയ്യുന്നത് സൂര്യനെ പോസിറ്റീവ് ആക്കുക. രാവിലെ എന്തിനാ സൂര്യന് ജലം ദാനം ചെയ്യുന്നത് കർമ്മമുണ്ട്. സൂര്യനെ സൺ മെഡിറ്റേഷൻ ഉണ്ട്. കണ്ണിന് പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർ, സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കുണ്ടെന്ന് വരില്ല. അതുപോലെ ബുധനെ പോസിറ്റീവ് ആക്കാൻ, പച്ച വസ്ത്രം ദാനം ചെയ്യാം. അത് ആർക്കും വേണമെങ്കിലും ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ വീട്ടിൽപ്പെട്ടല്ല. അങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും ഈവൻ പയർ സുഖിയൻ ദാനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം. പിന്നെ ശനിയുടേതായിട്ടാലും ഒത്തിരി നമ്മുടെ ലാൽ കിതാബിൻ്റെ ഒക്കെ നമ്മൾ റെമഡിയൊക്കെ പല നമ്മുടെ വീഡിയോയിലകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്കിവിടെ കർമ്മങ്ങളുണ്ട്. എന്ത് പ്രശ്നം കൊണ്ടാലും ഒരു പരിധി വരെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ബർത്ത്ഡേയായിട്ട് എഴുതിയിട്ടുള്ളത് കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. പക്ഷെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് പറ്റുള്ളൂ. കാരണം ഇപ്പം കണ്ണിക്കൊള്ളേണ്ട സംഭവം പിരിയത്ത് കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ചെറിയൊരു മുറിവ് പറ്റേണ്ട, ഒരു വലിയൊരു ആക്സിഡൻറ്റ് പറ്റേണ്ട ആ ഒരു കേസ് ചെറിയൊരു മുറിവല്ല, കൈയൊന്ന് മുറിയുക, അല്ല ചെറിയൊരു മുറിവ് വന്നിട്ട് അത് അങ്ങനെ അങ്ങ് പോവും. അതേപോലെ ബ്ലഡ് റെമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പീരിയോഡിക്കലി ആയിട്ട് ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ ആ ചൊവ്വാടെയൊക്കെ ഒരു ഇത് പ്രശ്നമല്ലെന്നൊരു ബർത്ത്ഡേയായിട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില വരുമ്പോഴത്തേന് ഒരു സൂചിയായാലും കുത്തിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് വെള്ളം മീൻസ് ബ്ലഡ് ഭൂമിക്ക് ദാനം ചെയ്യുക എന്നൊക്കെ ഉള്ള ഇങ്ങനെ പല കർമ്മങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതും ചെയ്യാം. ഇവിടെ തന്നെ ഈ ഭൂമിയിൽ എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള ഒരു പരിധി വരെ റെമഡി കൊണ്ട് കാര്യങ്ങൾ നമുക്ക് സർവ് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇപ്പം മറ്റു മതത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ ചിലർക്ക് ആണെങ്കിൽ അവരുടെ ജനിച്ച സമയമോ ദിവസമോ ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പം അവർ അങ്ങനെ അങ്ങ് ജീവിച്ച് പോകുന്നു. ഇപ്പോൾ അവർക്ക് കേതു വന്നിട്ടുണ്ടാവും, രാഹു വന്നിട്ടുണ്ടാവും, ശനി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇതൊന്നും ചെയ്യാതെ തന്നെ അവർ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ദൈവഹിതം പോലെ ചിലപ്പോൾ അറിയാതെ ചെയ്ത് പോയി അത് പരിഹരിച്ച് പോയിട്ടുള്ളവരുണ്ടാകും. അല്ലെങ്കിൽ ഇത്
ചെയ്ത് ഇപ്പോൾ കേതുവിൻ്റെ സമയം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ കാര്യങ്ങൾ നന്നാവും, അങ്ങനെയും പോയേക്കാം അല്ലേ? അത് മെയിൻ നമുക്കൊരു കൂടുതലായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ മൾട്ടിപ്പിളായിട്ടുള്ള പ്രോബ്ലംസ് പിന്നെ റിപ്പീറ്റഡ്ലി വരുമ്പോൾ ആൾക്കാർ തിങ്ക് ചെയ്യുന്നത് അയ്യോ ഇതെന്ത് പറ്റി, എങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള ഒരു അല്ല നല്ലൊരു പൊസിഷൻ ആയിരുന്നില്ല. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ ചില വൃത്തിയായിട്ടൊക്കെ നോക്കുക ശനിയൊക്കെ കയറി വരുന്ന ആ ഒരു സമയത്ത് നല്ല പൊസിഷൻ ഇരിക്കുന്നത്, ചിലപ്പോൾ ഹൈലി പൊസിഷൻ ഇരിക്കുന്ന സമയത്തായിരിക്കും അവരെ എടുത്ത് വലിച്ച് താഴെ ഇടും ശനി. അപ്പോൾ ശനിക്കൊക്കെ 18 വർഷം സംതിങ് അതിൻ്റെ ആയിട്ടുള്ള പീരീഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും ലോങ് പീരീഡാണ്. പക്ഷേ അതിനകത്ത് 7 ശനി കണ്ടക ശനി അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ അത് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ബൃഹനാടിക്കകത്ത് നോക്കിക്കഴിയുമ്പോൾ ആ ഒരു സപ്പോസ് ഇപ്പോൾ പറയുമായിരുന്നു ശുക്രദശ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സൗഭാഗ്യം ഉണ്ടോ, അങ്ങനെ ഉണ്ടല്ലോ, ഇല്ല. പക്ഷേ അതാണ് നമ്മുടെ ഈ അസ്ട്രോളജിക്കകത്ത് നോക്കിക്കഴിയുമ്പോൾ അവിടെ ഗ്രഹങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻ കറക്റ്റായിട്ട് നമുക്ക് നിൽക്കുവാണെന്നൊരു ശനി നമ്മളെ ഏക്കുകയില്ല. അങ്ങനെയുണ്ട്. ആ ശനി ഇപ്പോൾ വേദിക് അസ്ട്രോളജി ശനിക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പറയുന്നതുകൊണ്ടാണ്. പക്ഷേ എന്തായാലും പ്ലാനറ്ററി പൊസിഷൻ ഈ പറയുന്ന നമുക്ക് ബൃഹനാടി അസ്ട്രോളജിക്കകത്ത് നോക്കിക്കഴിയുമ്പം പ്ലാനറ്ററി പൊസിഷൻ നോക്കി കറക്റ്റ് ആ ശനിയുടെ ആയിട്ടുള്ള പ്രശ്നം നമ്മളെ അഫക്റ്റ് ചെയ്യുകയില്ല, 100% അഫക്റ്റ് ചെയ്യുകയില്ല. കാരണം ശനി ബാഡ് കോമ്പിനേഷനിലാണ് നിൽക്കുന്നത്. ശനിയുടെ കൂടെ ശനിയുടെ ആയിട്ടുള്ള ശത്രുഗ്രഹങ്ങൾ നിൽക്കുന്ന നോട്ടം 15926 അങ്ങനെ ഏതെങ്കിലും നോട്ടം ഉണ്ടെന്ന് വരികയും മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ. അല്ല ശനിയുടെ കറക്റ്റ് ശനിദശ എല്ലാവരും അഫക്റ്റ് ചെയ്യുകയില്ല. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ശരിക്കും അവരുടെ മൊത്തത്തിലുള്ള ഒരു ജീവിതചര്യ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാർ ഇതിന് എങ്ങനെയാണ് അതിന് കൺസൾട്ടേഷൻ ഫീയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫീസ് ഇപ്പം നമ്മൾ വേദിക് അസ്ട്രോളജി ആണെന്ന് വരിൽ 1500 രൂപയാണ്, ബൃഹനാടി അസ്ട്രോളജി ആണെന്ന് വരിൽ 3000 രൂപയാണ്. പിന്നെ ഈ 3000 എന്ന് പറഞ്ഞിട്ട് ആരും കേട്ടിട്ട് പേടിക്കണ്ട, ടൈം എടുക്കുക. എനിക്ക് നമുക്ക് ഒരു ദിവസം മാക്സിമം ഒരു 2 അല്ല 3 ആൾക്കാരുടെ നോക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളത് ചാർട്ട് വരച്ച് നമ്മൾ ഇടയ്ക്ക് കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ചാർട്ട് വരച്ചിട്ട് അവരുടെ എല്ലാ പ്ലാനറ്റുകൾ ഏതൊക്കെ അലൈൻ ചെയ്തേക്കുന്നത് ഇത് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇന്ന പ്ലാനറ്റാ ദോഷമുള്ള, അപ്പോൾ ഏത് റെമഡിയാണ്, പിന്നെ റെമഡി നമുക്ക് ആ പ്ലാനറ്റിൻ്റെ അനുസരിച്ച് പൊസിഷൻ അനുസരിച്ചുള്ള ആ ആളിന് വേണ്ടുന്നുള്ള റെമഡി നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. അപ്പോഴേ അയാൾക്ക് ആ ആളിന് പ്രയോജനമുള്ളൂ. നമ്മുടെ അടുത്ത് ഒരാൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി. അല്ലെന്ന് വരി നമുക്കും ബാധകരമായിട്ട് നമുക്ക് അഫക്റ്റ് ചെയ്യും. നമ്മളപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു നോമിനലായിട്ടുള്ള കൂടുതലായിട്ടല്ല. കാരണം ഇത് തന്നെ ഇപ്പോൾ ശിവനാടിക്കകത്തൊക്കെ 5000 രൂപ വാങ്ങിക്കുന്നുണ്ട് ഈ ബൃഹനാടി തന്നെ നോക്കുന്നതിന്. അപ്പം നമ്മളങ്ങനല്ല, അല്ലാതെ തന്നെ കറക്റ്റ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീസിലാണ് ചെയ്യുന്നത്. അത് തന്നെ ഓൺലൈൻ കൺസൾട്ടൻ്റ് അവൈലബിൾ ആണ്. നേരത്തെ വിളിച്ചിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് അയക്കുക. വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവർക്ക് റിപ്ലൈ പോകും. അതിനകത്ത് ഗൂഗിൾ പേ നമ്പറുണ്ട്. അപ്പോൾ 8086871460 അത് ഡിസ്കഷന് മണം കൊടുക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് അതിനകത്ത് വാട്സപ്പ് അയക്കാം. വാട്സപ്പ് അയച്ചിട്ട് ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫീസോ കാര്യങ്ങളിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് അധികം താമസിക്കാതെ അത് തന്നെ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ കൺസൾട്ടേഷൻ ടൈമിൽ നമുക്ക് കറക്റ്റ് അവരെ വിളിച്ചിട്ടെല്ലാം സംസാരിച്ച് A to Z അവർക്ക് എന്ത് A to Z ഡൗട്ടും അവരുടെ പ്രോബ്ലംസ് എല്ലാത്തിനും മറുപടി കറക്റ്റ് കൊടുത്തിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുള്ളൂ. വീഡിയോ കോൾ ആവശ്യമുള്ളവർക്ക് വീഡിയോ കോൾ വാട്സപ്പ് വീഡിയോ കോൾ ചെയ്യാം. അല്ലാതുള്ളവർക്ക് അല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു 99% ആൾക്കാർ ആ വോയിസ് കോളിലാണ് താല്പര്യം. ഇങ്ങനെ അത് കാരണം ഒരു പ്രൈവസിയും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നും കണ്ട് നമുക്കതിന് അത് ആസ് പെർ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് ബട്ട് അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേമാതിരി ആർക്കെങ്കിലും പഠിക്കാനുള്ളതാണേലും അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ ഓൺലൈനിൽ നമുക്ക് നമ്മുടെ 2 ചാനലുണ്ട്. ഒന്ന് അസ്ട്രോ ഗുരു എന്ന് പറയുന്ന ഒരു ചാനൽ, നമ്മുടെ വെബ്സൈറ്റും ഉണ്ട് astroguru.com എന്ന് പറയുന്ന astro-guru.com. അപ്പോൾ ഇതുകൂടാതെ ഒരു റീസെൻ്റ്ലി ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയായിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അസ്ട്രോ പ്ലസ്. അസ്ട്രോ പ്ലസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ന്യൂമറോളജിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. അസ്ട്രോ പ്ലസ് എന്ന് പറഞ്ഞാൽ നെയിം കിട്ടാൻ പോലും ഒത്തിരി ബുദ്ധിമുട്ടി. കാരണം അത് സെൻട്രൽ ഗവൺമെൻറ്, കാരണം ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ വേണമല്ലോ. ഞാൻ ആക്ച്വലി 3 മാസം മുമ്പ് ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി എല്ലാം ഇതാക്കിയിട്ടേക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്, കാരണം എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അസ്ട്രോ പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 37 എന്നുള്ള ഒരു കോമ്പിനേഷനാണ് വരുന്നത്. 37 3 7. അപ്പോൾ അത് ഈ ജ്യോതിശാസ്ത്രവുമായിട്ടുള്ള ബന്ധമുണ്ട്. 7 എന്ന് പറഞ്ഞാൽ കേതുവാണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജൂപ്പിറ്റർ എന്ന വിദ്യയുടെ ഗ്രഹമാണ്. ജൂപ്പിറ്റർ എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ്. മറ്റേ ഒക്കൾട്ട് 7. അപ്പോൾ 7 3 10 പിന്നെ ഒന്ന് സൂര്യന്. ആ ഒരു നമ്പറൊക്കെ കിട്ടാനും എടുക്കാനും അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇച്ചിരി പ്രൊഫഷണലൊക്കെ പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ അസ്ട്രോ പ്ലസ് എന്ന് പറയുന്ന ചാനലും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പം എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? അതായത് ഇപ്പോൾ അവർ ഇപ്പം കണക്കിലൊക്കെ നന്നായിട്ട് ഇല്ല, കണക്ക് നമ്മൾ അതും പഠിപ്പിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇന്നെല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ്. അത് ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ളവർ അത് പഠിക്കാം. ഇല്ലെന്ന് വരിയിൽ അത് പഠിക്കണ്ട. കാരണം നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എല്ലാം നമ്മുടെ ചാർട്ട് വരയ്ക്കാൻ എടുക്കാനെല്ലാം ഇന്ന് വരയ്ക്കേണ്ട കാര്യമില്ല. ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി കിട്ടും. പിന്നെ വരയ്ക്കേണ്ടതായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ ചില ഡീപ്പായിട്ടുള്ള അയനാംശം അല്ലെങ്കിൽ ഇത്ര ഡിഗ്രി ഇത്ര ഇപ്പം ഞാൻ പറയും ഒരു ഹൗസിനകത്ത് ഒരു സോഡിയാക് സൈനകത്ത് 2 ഹൗസ് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ഡിഗ്രി വരുമ്പം 27 ഡിഗ്രിയിൽ ഇപ്പം 30 ഡിഗ്രി ആണല്ലോ ഇപ്പം തന്നെ ഒരു ഹൗസിൻ്റെ ഇത് വരുമല്ലോ ഒരു സോഡിയാക് സൈന. അപ്പോൾ 20 ഡിഗ്രി ആകുമ്പോഴത്തേന് ഇങ്ങനെ ജനിച്ച സമയം മുതൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 20 ഡിഗ്രി ആകുമ്പോൾ അവിടെ അങ്ങ് തീരുക. അപ്പോൾ പ്രീവിയസ് ഹൗസിലെ സംഭവങ്ങൾ ഇങ്ങോട്ട് അപ്പോൾ 2 സോഡിയാക് സൈനിലെ ഒരു ഹൗസ് പോകും. അപ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ അത് ഓരോ ബർത്ത് ചാർട്ടിൻ്റെ ചില സ്പെഷ്യൽ ബർത്ത് ചാർട്ട് നമ്മുടെ പല ബർത്ത് ചാർട്ട് അതിനകത്തുണ്ട്. ചിലരൊക്കെ ടൈമും കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അടിച്ചു കഴിഞ്ഞാൽ 2 വെച്ചിട്ട് അയാളുടെ ഫീച്ചേഴ്സ് എങ്ങനെയായിരിക്കും, അയാളുടെ ഉയരം, വണ്ണം, അല്ലെങ്കിൽ ആകെ മൊത്തം അല്ല നമ്മൾ ബൃഹനാടിക്കകത്തുള്ള പ്രാക്ടിക്കൽ തിങ്ങാണ്. മറ്റേ ഇത് വേദിക് അസ്ട്രോളജി അല്ല, അവരുടെ ബാക്കിയുള്ള ഈ ജനറൽ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം പറയും. പക്ഷേ നമുക്ക് അതിനുപരി ഇപ്പോൾ ഒരു വ്യക്തിക്ക് അവർക്കറിയാം വാട്ടയാം. പിന്നെ അയാളെപ്പറ്റി നമ്മൾ വർണ്ണിച്ചിട്ടോ അല്ല അവരുടെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വാട്ട് ഐ വിൽ ബി ടുമോറോ ആരായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് നാളെ കല്യാണം എപ്പോൾ എനിക്ക് നടക്കാൻ പറ്റും, അല്ലെ എനിക്ക് എപ്പോഴാണ് ജോലി കിട്ടുന്നത്, അല്ലെ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ എപ്പോൾ കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫോറിൻ സെറ്റിൽമെൻറ്റ്, അവർക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച് എല്ലാത്തിനും നമുക്ക് മറുപടി ഇവിടെ കിട്ടും. ഇതെല്ലാം ഒരു സയൻസ് ആണല്ലോ. 40 കൂടുതൽ നാഡി അസ്ട്രോളജി തന്നെയുണ്ട്. അപ്പോൾ എല്ലാത്തിനും സൊല്യൂഷനുണ്ട്. ഇതെല്ലാം വർഷങ്ങളായിട്ട് മുനിമാർ ഉണ്ടാക്കിയ 10,000 കൂടുതൽ വർഷങ്ങൾ പഴയ കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ നാസ പോലും ഇപ്പോഴല്ലേ വന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സയൻസാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇത്ര ഗ്രഹങ്ങളുണ്ട്, ഇത്ര ഡിഗ്രിയിൽ ഇവിടെ നിൽക്കുന്നതെന്നും ഈ ഓരോ ജൂപ്പിറ്റർ ആയാലും ഇങ്ങനെ കറങ്ങുന്നത് ഇപ്പം നമുക്ക് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലിസം ഇല്ലായിപ്പോയി. വേറെ ആൾക്കാർ അതുകൊണ്ട് പേറ്റൻ്റ് എടുത്തു. അപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ജർമ്മൻകാരും പറഞ്ഞേക്കുന്ന ഇന്ത്യയുടെ മുമ്പിൽ ഒരു നോളജിന് വേണ്ടി, അറിവിന് വേണ്ടി ഈ ലോകം ദാഹിച്ചിരിക്കും. അത്ര സമ്പത്തും കാര്യങ്ങളും ഉള്ള ഒരു സംസ്കാരവും കാര്യങ്ങളും എല്ലാം നമുക്കുള്ള. തീർച്ചയായിട്ടും രാജേഷ് സാറിനെ നാഡി ജ്യോത്സ്യം നോക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ സാർ എല്ലാം ചെയ്തു തരുന്നതാണ്. പിന്നെ എല്ലാം അല്ലേ ആ ഒരു കൃത്യമായ രീതിയിൽ തന്നെ അത് ചെയ്തു പോരും. പിന്നെ ഫീസും കാര്യങ്ങളൊക്കെ സാർ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും അവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സാറിൻ്റെ സ്ഥലം പത്തനംതിട്ട അല്ലേ? അവിടെ തന്നെയാണ്, വീട്ടിലാണ് സാറ് കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാമല്ലോ അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് അടി കൊടുത്തേക്കാൻ. തീർച്ചയായിട്ടും സാറിൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വിളിക്കുക, മെസ്സേജ് ചെയ്യുക. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. താങ്ക് യു.